ഹലോ, അപ്പം നമുക്ക് ഒരു കിടിലം ക്രാഫ്റ്റ് ചെയ്താലോ? കിടിലം ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നോട്ട് പാഡ്. ടിമ്പിൾ ഒരു നോട്ട് പാഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആകെ വേണ്ടത് കുറച്ച് സാധനങ്ങൾ മതിയേ. കുറച്ച് സാധനം എന്ന് വെച്ചാൽ കുറച്ച് സാധനം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. പറഞ്ഞല്ല എന്താണെന്ന് വെച്ചാൽ നോട്ട് പാഡ്. അപ്പോൾ 2 പേപ്പർ ഇങ്ങനെ തന്നെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫുള്ള് നമുക്ക് കട്ട് ചെയ്യാം. ഞങ്ങൾ ഫോൾഡ് ചെയ്തില്ലേ, അങ്ങനെ തന്നെ ആ ഫോൾഡ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ഫോൾഡിങ് ഞാൻ ചെയ്തില്ലേ 2 പേപ്പറിൽ, അത് രണ്ടൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് കട്ടാക്കി സെയിം ലെവലിന് ഞാൻ കട്ടാക്കി എടുത്തേ. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഗ്ലൂ ഇട്ടൊന്ന് ഒട്ടിച്ചെടുത്ത് ഞാൻ ഉണങ്ങുന്ന വരെ ഞാനൊന്ന് സൈഡിലേക്ക് എടുത്ത് വെച്ചത്. അടുത്തത് നമുക്കിതൊന്ന് ചുളുക്കിയെടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം എന്താണെന്നാണ്. നന്നായിട്ടൊന്ന് ചുളുക്കിയെടുക്കാം, മറ്റേ റോളാക്കി എടുക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫാബ്രിക് പേസ്റ്റിൻ്റെ ഒരു കളർ എടുത്തിട്ട്, ഫസ്റ്റ് ഞാൻ ഗ്രീൻ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ചു റെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു ചെറിയ ബൗളിലൊരു വെള്ളം ഇട്ടിട്ട് അതിൽ കുറച്ച് നിങ്ങൾക്ക് ഏത് കളറ് വേണോ ആ കളറ് അതിൽ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലൊന്ന് അത് സ്പ്രെഡ് ചെയ്ത് ആ വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ടേ. നെക്സ്റ്റ് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്ത്, അതൊന്ന് ഉണക്കാൻ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്ത്, നെക്സ്റ്റ് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം അതിലേക്ക്. ഓക്കെ, നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കറക്റ്റ് ലെവലിൽ ഞാൻ അതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെൻറ്ററിലായിട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഒരു പേപ്പർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പേപ്പർ കൊടുത്തു. മേളിൽ മാത്രം പശ തേച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. വേണമെങ്കിൽ വള്ളിയും കൂടെ വെക്കാം. അപ്പം എല്ലാവരും എന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലും കൂടെ അടിക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.